സർക്കാരിനെതിരെ പ്രതിഷേധവുമായി നിയമന അംഗീകാരം ലഭിക്കാത്ത എയ്ഡഡ് അധ്യാപകർ രംഗത്ത്. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ വർഷങ്ങളായി നിയമനം തടഞ്ഞുവെച്ച നടപടി തിരുത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് സർക്കാർ പാലിച്ചില്ലെന്നാണ് ഇവരുടെ ആരോപണം. സുപ്രീം കോടതി ഉത്തരവ് NSSന്റെ സ്കൂളുകൾക്ക് മാത്രം ബാധകമാക്കി സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് എയ്ഡഡ് അധ്യാപകർ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ ഈ ഉത്തരവിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, NSS വാദിച്ചത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അധ്യാപകർ ദിവസവേതനക്കാരായി തുടരുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ നടത്തിപ്പിന് വലിയ ഭീഷണിയാവും എന്ന ഒരു വാദമാണ് NSS കോടതിയിൽ ഉന്നയിച്ചത്. അതുതന്നെയാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. ഭിന്നശേഷി സംവരണത്തിനുള്ള പോസ്റ്റുകൾ മാറ്റിവെച്ച എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് അധ്യാപകരുടെ നിയമനം അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി മാർച്ച് 4-ന് ഉത്തരവിട്ടിരുന്നു. 2023 മുതൽ ഇതിനായി സാമുദായിക സംഘടനയായ NSSഉം നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ കൂട്ടായ്മയായ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിലായിരുന്നു. NSSന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി മാർച്ച് 4-ന് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ NSS സ്കൂളുകളിൽ മാത്രം കോടതി ഉത്തരവ് നടപ്പിലാക്കും വിധത്തിൽ കഴിഞ്ഞ ദിവസം സർക്കാരും ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സുപ്രീം കോടതി പൊതുവായി പുറപ്പെടുവിച്ച ഉത്തരവ് സർക്കാർ NSSനെ പ്രീതിപ്പെടുത്താനായി മാത്രം നടപ്പാക്കിയത് പ്രതിഷേധാർഹമാണെന്നാണ് എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവ് ഭാരവാഹികൾ പറയുന്നത്. NSS കേരള ഹൈക്കോടതിയുടെ ഒരു വിധിക്കെതിരെ ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ വിധിയിൽ കേരള ഹൈക്കോടതി NSSനെതിരെ പറഞ്ഞത് സമാന കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപകർ ഈ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NSSന്റെ മാത്രം റിട്ട് പരിഗണിക്കാനാവില്ല എന്നായിരുന്നു കേരള ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ വിഷയത്തിൽ നിരവധി കേസുകൾ കേരള ഹൈക്കോടതിയിൽ ആ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സർക്കാർ NSSന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു. NSSന്റെ നിലപാടിനെ തള്ളുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി അനുകൂലമായിട്ടൊരു വിധി പ്രസ്താവിക്കുന്നത്. നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ അവധിക്കാലത്ത് വേതനം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഈ അധ്യാപകരുള്ളത്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങേണ്ട സ്ഥിതിയാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഈ NSSന്റെ പുതിയൊരു ഓർഡർ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും നന്നായി പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഓർഡർ ആവും അത് വരിക എന്നുള്ളത്. പക്ഷേ സർക്കാരിൻ്റെ ഈ ഉത്തരവ് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചൊരു ഉത്തരവായിരുന്നു. കാരണം ഒരേ ജോലി ചെയ്യുന്ന NSSകാർക്കും ഞങ്ങൾക്കും മറ്റുള്ള അധ്യാപകർക്കും രണ്ട് തരത്തിലുള്ള നീതിയാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധം തുടങ്ങാനാണ് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവിന്റെ തീരുമാനം. അതോടൊപ്പം സർക്കാർ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.